ഇതിലിപ്പോൾ ശശി തരൂർ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റെടുത്തിരിക്കുന്ന കാര്യം എന്നുള്ളത് തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ പുകഴ്ത്തൽ ആണ്. അത് തൻ്റെ ഒരു രീതി അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്ന വാക്ക് ക്രിയാത്മക രാഷ്ട്രീയം, തൻ്റേതൊരു ക്രിയാത്മക രാഷ്ട്രീയം എന്നാണ്. അദ്ദേഹം ഒരേ സമയം രാഷ്ട്രീയ നേതാവായിരിക്കുകയും ഒരേ സമയം വിശ്വപൗരനായിരിക്കുകയും ഓരോ ഘട്ടങ്ങളിൽ എടുത്തണിയാവുന്ന കുപ്പായം ഇങ്ങനെ മാറി മാറി അണിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിരോധത്തിലാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച അന്താരാഷ്ട്ര സമീപനം, അതായത് ഈ യുദ്ധങ്ങളോടുള്ള ലോകരാഷ്ട്രങ്ങളുടെ സമീപനം, അതിലൊന്നും ഒരു പുതുമയുമില്ല. ഇപ്പോൾ പലസ്തീൻ ഇസ്രയേൽ വിഷയത്തിൽ പല ഘട്ടങ്ങളിൽ ഇസ്രയേലിനൊപ്പം നിൽക്കുകയും ഒരു ഘട്ടം വരുമ്പോൾ ഞങ്ങൾ മാധ്യസ്ഥം വഹിക്കുന്നു എന്ന നിലപാടെടുക്കുകയും ചെയ്യുകയാണ് അമേരിക്ക ചെയ്യാറുള്ളത്. പക്ഷേ അപ്പോഴും അത് ഇസ്രയേലിന് അനുകൂലമായി തന്നെയാണ് ആ സമീപനം വരാറ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചാകുമ്പോൾ ഇന്ത്യയിൽ അറഫാത്ത് ഇങ്ങോട്ടേക്ക് അതിഥിയായി വന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് UPA കാലത്ത് തന്നെ ഇസ്രയേലിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നു, അത്തരം കരാറുകളിലേക്ക് പോകുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴും യുദ്ധം എന്നൊരു വിഷയം വരുമ്പോൾ, അല്ലെങ്കിൽ ഗാസ മുനമ്പിൽ വലിയ രീതിയിൽ ചോര വീഴുന്ന സമയം വരുമ്പോൾ അതിനെ അപലപിക്കുക, അതിൽ വേദനിക്കുക, ഇത്തരം പ്രതികരണങ്ങൾ ഇന്ത്യയിൽ നിന്നുണ്ടാകാറുണ്ട്. ഇടപെട്ടുകൊണ്ട് ഇതൊന്ന് അവസാനിപ്പിക്കൂ എന്നൊരു വാക്കെങ്കിലും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ BJP അധികാരത്തിൽ വന്ന ശേഷം അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകാറേ ഇല്ല എന്നുള്ളതാണ്.